ആണ്. ലഡുവിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കടലമാവ്, പഞ്ചസാര, നെയ്യ്, ഏലക്കാപ്പൊടി, എണ്ണ, സോഡാപ്പൊടി, വെള്ളം. 1.5 കപ്പ് കടലമാവ് നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നമ്മളൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്യാം. നമ്മൾ ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിൻ്റെ കൂടെ കുറച്ച് സോഡാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കും. ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് കളറിന് വേണ്ടി ഒരു കൊച്ചു സ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ടു. ഇനി നമ്മൾ കുറച്ച് എണ്ണ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ബൂന്തിക്ക് ആവശ്യമുള്ള നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പാകമായതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ ചെയ്തോ. നമ്മളെല്ലാം അതുപോലെ ചെയ്ത് മാറ്റി വെച്ചേക്കുവാണിത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഒരു ബൗൾ പഞ്ചസാര, അതുപോലെ തന്നെ 1 ബൗൾ വെള്ളം. ഇതിൻ്റെ അകത്തോട്ട് ഏലക്ക പൊടിച്ചു വെച്ചിട്ടു. ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട് ഇതിൽ. സിറപ്പായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇനി ചെയ്ത് വെച്ച് ബൂന്തിയൊക്കെ കൊണ്ടിട്ട് നെയ്യ് ഒഴിക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓരോ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളിതെല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിട്ടല്ലേ ഇട്ട് വെക്കുക. എല്ലാവരും ഇതിൽ വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കണം.